മാർച്ച് മാസം എത്തിയതോടെ ചൂടിന്റെ കാഠിന്യം വർദ്ധിക്കുകയാണ്. സംസ്ഥാനത്ത് കനത്ത ചൂടും ഇടയ്ക്കിടെ മഴയും എത്തുന്ന സമ്മിശ്ര കാലാവസ്ഥയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഇന്ന് വിവിധ ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇതിനിടയിലാണ് ആശ്വാസവാർത്ത എത്തുന്നത്. സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 10 ജില്ലകളിലാണ് ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. വരും ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ മഴ പെയ്യുമെന്ന് തന്നെയാണ് പ്രവചനമുള്ളത്. നാളെ തെക്കൻ കേരളത്തിലാണ് കൂടുതൽ മഴയ്ക്കുള്ള സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്നീ ജില്ലകളിൽ ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ വെള്ളിയാഴ്ചയാണ് മുന്നറിയിപ്പുള്ളത്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. പാലക്കാട് തൃത്താലയിൽ കഴിഞ്ഞ ദിവസം പെയ്ത വേനൽ മഴയിൽ കനത്ത നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കപ്പൂർ, ആനക്കര പഞ്ചായത്തുകളിൽ കാറ്റിനും മഴയിലും വീടിന്റെ മേൽക്കൂര തകർന്നുവെന്ന് റിപ്പോർട്ടുണ്ട്. നിരവധി മരങ്ങളാണ് കടപുഴകി വീണത്. തൃത്താല മേഖലയിൽ കഴിഞ്ഞ ദിവസം കനത്ത മഴയും കാറ്റുമാണ് വീശിയടിച്ചത്. പട്ടിത്തറ, കപ്പൂർ, ആനക്കര പഞ്ചായത്തുകളിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. ഈട്ടി, പ്ലാവ്, കവുങ്ങ് എന്നീ മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. തെങ്ങ് വീണ ഷെഡുകളെല്ലാം പൂർണ്ണമായി തകർന്നതായും റിപ്പോർട്ടുകളുണ്ട്. പലയിടങ്ങളിലും മരം വീണ് വീടുകൾക്ക് ഭാഗികമായ നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഭിത്തികൾ വിണ്ടുനീറുന്ന സാഹചര്യവുമുണ്ടായെന്നും റിപ്പോർട്ടുകൾ ചെയ്യുന്നു. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് പറയുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.